Hello, hi dear friends, welcome to yet another session of Mission Banker. Yes. അപ്പോൾ മിഷൻ ബാങ്കറിൻ്റെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് പേപ്പറാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ റീസണിങ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. റീസണിങ്ങിൽ ഇൻഈക്വാലിറ്റീസ് എന്നുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. നമ്മൾ പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ആ ഒരു പേപ്പറിൽ നമ്മൾ 2 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സിംപ്ലിഫിക്കേഷനും അതേപോലെ പെർസെൻറ്റേജും. പിന്നെ നമ്മുടെ റീസണിങ് എന്നുള്ള ആ ഒരു പേപ്പറിലും നമ്മൾ 2 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് സിലജസ് ആയിരുന്നു, രണ്ടാമത്തത് ഇൻഈക്വാലിറ്റീസ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഇംഗ്ലീഷ് പേപ്പറാണ്. അപ്പോൾ ഇംഗ്ലീഷ് പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ളൊരു വലിയ ചാപ്റ്ററാണ്. നമ്മൾ പറഞ്ഞു അതിൽ 8 യൂണിറ്റ്സ് ഉണ്ട് അല്ലേ. അതായത് 8 പാർട്ട് ഓഫ് സ്പീച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതിൽ 4 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ തിയറിയും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന് വെച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ആഡ്ജക്റ്റീവ് നമ്മൾ ആദ്യം നൗൺസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്, പിന്നെ പ്രൊനൗൺസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, പിന്നെ ആഡ്വർബ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ആഡ്ജക്റ്റീവ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് ഒന്ന് വെർബാണ് അല്ലേ. ഇനി വെർബ് ഉണ്ട്, അതേപോലെ കൺജക്ഷൻസ് ഉണ്ട്, അതേപോലെ നമുക്ക് ആർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ. യെസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ അപ്പോൾ വെർബിൻ്റെ കാര്യം പറയുമ്പം നമുക്ക് വെർബ് എന്നുള്ളതിനെ കുറിച്ചിട്ട് കുറച്ച് ധാരണ ഉണ്ടാവണം. പിന്നെ നമുക്ക് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതേപോലെ ടെൻസസ് നമുക്ക് വെർബ് എന്നുള്ള ഈ ഒരു യൂണിറ്റിൽ വന്ന കാര്യങ്ങളാണ്. ഒന്ന് വെർബ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ് എന്നുള്ള ആ ഒരു ടോപ്പിക്ക് നമ്മൾ നന്നായിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ടെൻസസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ വെർബ് എന്നുള്ള ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് വെർബാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോയാലോ. യെസ്. അപ്പോൾ നമുക്ക് നോക്കി തുടങ്ങാം. വെർബ്. യെസ്. അപ്പോൾ നമ്മൾ ബാങ്ക് എക്സാമിനേഷൻ്റെ കാര്യം നമ്മൾ പറയുമ്പം നമുക്ക് അതായത് നമ്മുടെ ഈ ഒരു പാർട്സ് ഓഫ് സ്പീച്ചിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യണ ഗ്രാമർ ടോപ്പിക്സ് എല്ലാം നമ്മുടെ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമുക്കറിയാലോ ചില ടോപ്പിക്സ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ചില ടോപ്പിക്സ് ആണ് ആഡ്വർബ്, അതേപോലെ ആഡ്ജക്റ്റീവ്, പിന്നെ വെർബിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ടോപ്പിക്കാണ് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്. ഓക്കെ, സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് കോൺകോർഡ് എന്ന് നമ്മൾ പറയും. അതേപോലെ നമുക്ക് പറയാം ടെൻസസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിപ്പോസിഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനർത്ഥം ബാക്കിയുള്ളതിൽ നിന്ന് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല എന്നല്ല. കൺജക്ഷനിൽ നിന്നായാലും അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൽ നിന്നായാലും നൗൺസിൽ നിന്നായാലും പ്രൊനൗൺസിൽ നിന്നായാലും ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ കമ്പാരിറ്റീവ്ലി ഈ 5 കാര്യങ്ങളാണ് കമ്പാരിറ്റീവ്ലി ഈ 5 കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മുടെ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസിൽ ഈ സെക്ഷൻസിൽ നിന്ന് മിനിമം ഒരു ചോദ്യമെങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ 5 ടോപ്പിക്സ്. അപ്പോൾ നമ്മൾ ഇതിൽ ആഡ്വർബും ആഡ്ജക്റ്റീവും നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു വെർബ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ കാര്യങ്ങളാണ്. വെർബ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യും, സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ടെൻസസ് നമുക്കറിയാം, നമുക്ക് ഒരുപാട് ടെൻസസ് ഉണ്ട്. പ്രസൻറ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, അതേപോലെ എന്താ പറയുക പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് അതായത് പ്രസൻറ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്, പ്രസൻറ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉണ്ട്, അതേപോലെ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ കോണ്ടിന്യൂസ് ടെൻസ് നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം നമുക്ക് 9 ടെൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം, 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നമ്മൾ പ്രിപ്പോസിഷൻസും കൺജക്ഷൻസും ആർട്ടിക്കിൾസ് ഒക്കെ ഡിസ്കസ് ചെയ്യണം. സോ ഈ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിയുമ്പം പാർട്ട് ഓഫ് സ്പീച്ച് എന്നുള്ള ആ ഒരു വലിയ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അല്ലെങ്കിൽ ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെ, അങ്ങനെ വേറെ കുറച്ച് ഗ്രാമർ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം. യെസ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വെർബ്.
അപ്പോൾ വെർബ് നമുക്കറിയാം നമ്മുടെ വേർഡ് ഓഫ് ദ ഡേ സെഷനിലല്ലേ, നമ്മുടെ വേർഡ് ഓഫ് ദ ഡേ ആ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോണ സമയത്ത് നമ്മൾ വെർബിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമ്മൾ വെർബിൻ്റെ കാര്യം നമ്മൾ പറയുമ്പം എന്താണ് വെർബ് എന്നുള്ളതാണല്ലേ. നമുക്കറിയാം ഈ ഓരോരോ പാർട്ട് ഓഫ് സ്പീച്ചും ഞാൻ സപ്പോസ് ടു, അതായത് ഓരോരോ വേർഡും നമ്മൾ ഓരോരോ പാർട്ട് ഓഫ് സ്പീച്ചിൻ്റെ കൂടെ അല്ലെങ്കിൽ ഓരോരോ പാർട്ട് ഓഫ് സ്പീച്ചിൻ്റെ അണ്ടറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം യെസ് ദേ ആർ സപ്പോസ് ടു ഡു സം ആക്ഷൻ ഇൻ ദ സെൻറ്റൻസ്. ആ ഒരു സെൻറ്റൻസിൽ ആ ഒരു വേർഡിനെ കൊണ്ടിട്ടുള്ള ഒരു ഉപകാരം എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ നൗൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സബ്ജക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് നൗൺ അല്ലേ. ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ നൗൺ. അല്ലെങ്കിൽ പ്രൊനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് നമ്മുടെ നൗണിന് പകരം നമ്മൾ യൂസ് ചെയ്യും. അഡ്ജക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യണത് എന്തിനാണ്? അഡ്ജക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യണത് നൗൺസിനെ ക്വാലിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഫീച്ചേഴ്സ് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ്, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്ജക്റ്റീവ്, അങ്ങനെ ഓരോരോ പാർട്ട് ഓഫ് സ്പീച്ചിനും ഓരോരോ പർപ്പസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വെർബ് എന്നുള്ള ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന വേർഡ്സിൻ്റെ പർപ്പസ് എന്താണ്? നമ്മൾ പറയുമ്പം വെർബ് എന്നുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന വേർഡ്സ്, എ വേർഡ് യൂസ്ഡ് ടു denote an action or state of a subject or object അല്ലേ. യെസ്, ഒരു സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ചെയ്യണ ഒരു ആക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേറ്റ്, അതിന് ചില സമയത്ത് ചില സിറ്റുവേഷൻസിൽ നമ്മൾ പൊസഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതൊരു എന്താ പറയുക ഒരു പ്രത്യേക കേസിൽ മാത്രമാണ്. ആ കേസ് വരുമ്പോൾ ഞാൻ പറയാം ആ ഒരു കേസ് ഏതാന്ന്, ആ ഒരു കേസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. സോ അന്നേരം ഞാൻ പറയാം. പക്ഷെ നമ്മൾ ജനറലി നമ്മൾ പറയുമ്പോൾ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ചെയ്യണ ഒരു ആക്ഷൻ അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ അതിൻ്റെ അവസ്ഥയാണ്. സ്റ്റേറ്റ് എന്ന് പറയുമ്പം അവസ്ഥ എന്നുള്ള മീനിങ്ങിലാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. സ്റ്റേറ്റ് നമുക്കറിയാം, ഇപ്പോൾ എന്താ പറയുക സംസ്ഥാനം എന്നുള്ളൊരു ഇന്ത്യയിൽ, അതായത് ഇപ്പോൾ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്, ഇന്ത്യയിൽ എന്താ പറയുക ഉള്ള സംസ്ഥാനങ്ങൾ എന്നുള്ള മീനിങ്ങിൽ നമ്മൾ സ്റ്റേറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. രണ്ടാമത്തെ ഒരു യൂസേജ് ആണ് അവസ്ഥ. അപ്പം ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൻ്റെ അവസ്ഥ എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് സ്റ്റേറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണേ? വെർബ്. ആ വെർബ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന വേർഡ്സ് യൂസ് ചെയ്യണേ. നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ നോക്കിക്കോളൂ. ഗോ, കം, ഈറ്റ്, അതേപോലെ വാക്ക് അല്ലേ, വാക്ക്, ടോക്ക്, പിന്നെന്താണ് സ്മൈൽ, സിറ്റ്, സ്റ്റാൻഡ്, സ്റ്റഡി അല്ലേ. ഇങ്ങനെ ഒരുപാട് വേർഡ്സ് ഉണ്ട്, ഒരുപാട് അല്ലേ, എണ്ണ ഒതുങ്ങാ എന്താ പറയുക ഇഷ്ടം പോലെ ഒരുപാട് വേർഡ്സ് നമുക്കുണ്ട്. നമ്മുടെ വേർഡ് ഓഫ് ദി ഡേ സെഷനിലും നമ്മൾ കുറേ വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് ഈസി ആയ വേർഡ്സ് ആണ്. നമ്മുടെ വേർഡ് ഓഫ് ദി ഡേ സെഷനിൽ നമ്മൾ കുറച്ചും കൂടെ വലിയ വേർഡ്സ് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. യെസ്, അപ്പോൾ വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ചെയ്യണ ആക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ. നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഷീ ഈസ് eating breakfast. She is eating breakfast അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആക്ഷൻ ആണ് അല്ലേ. ആരുടെ ആക്ഷനാണ്? ഇവിടെ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ആക്ഷനാണ്. സബ്ജക്റ്റിൻ്റെ ആക്ഷനാണ് എന്ത്? ഈറ്റിംഗ് എന്നുള്ളത്. ഇത് സബ്ജക്റ്റാണ്, ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ് അല്ലേ. യെസ്, അപ്പോൾ എന്താണ് സബ്ജക്റ്റ്, എന്താണ് ഒബ്ജക്റ്റ്? അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അയാളാണ് സബ്ജക്റ്റ്. ആ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിൽ അയാളാണ് സബ്ജക്റ്റ്. ആ ചെയ്യണ കാര്യത്തിൻ്റെ എഫക്റ്റ് ആർക്കാണോ അല്ലെങ്കിൽ ആ ചെയ്യണ കാര്യം ആരോടാണോ ചെയ്തത് അല്ലേ, അല്ലെങ്കിൽ എന്തിനോടാണോ ചെയ്തത് അതാണ് ഒബ്ജക്റ്റ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ she killed her dog അല്ലേ. ആരാണ് ഇവിടെ ആക്ഷൻ ചെയ്തത്? നമ്മുടെ സബ്ജക്റ്റ് ആണ് ആക്ഷൻ ചെയ്തത്. എന്താണ് ആക്ഷൻ ചെയ്തത്? കില്ലാണ്. അതിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ ആരോടാണ് ചെയ്തത്? ഡോഗ് എന്നുള്ള ഒരാളോട്, ഡോഗിനോടാണ് ചെയ്തത് അല്ലേ. ആ ഒരു കില്ല് എന്നുള്ള ആ ഒരു ആക്ഷൻ ആരോടാണ് ചെയ്തത്? ഡോഗിനോടാണ് ചെയ്തത്. സോ ഈ ഒരു സെൻറ്റൻസിൽ മെയിനായ ആക്ഷൻ ചെയ്ത ആൾ ഷീ ആണ്. മെയിനായ ആക്ഷൻ ചെയ്ത ആൾ ഷീ ആണ്. യെസ്,
ഈ ഡോഗ് എന്ന് പറയുന്ന ആൾ ആ ഒരു ആക്ഷൻ ചെയ്തത് ആരോടാണ്? ഡോഗിനോടാണ്. അപ്പൊ എന്താണ്? ഷീ കിൽഡ് ഹെർ ഡോഗ്. അവളുടെ ഡോഗിനെ അവൾ കൊന്നു. യെസ്. അപ്പോൾ ഒരു ആക്ഷൻ ആരാണോ ചെയ്യണേ, ഒരു സെൻറ്റൻസിൽ മെയിൻ ആക്ഷൻ ആരാണോ ചെയ്യണേ അതാണ് സബ്ജക്റ്റ്. ആ മെയിൻ ആക്ഷൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു മെയിൻ ആക്ഷൻ ആരോടാണോ ചെയ്യണേ, ഹും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ഹും എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ആ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിൽ ഹൂ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡിൻ്റെ ആൻസർ ആണ് നമ്മുടെ സബ്ജക്റ്റ്. അതേപോലെ ആ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിൽ ഹും എന്ന ക്വസ്റ്റ്യൻ വേർഡിൻ്റെ ആൻസർ ആരാണോ അതാണ് അതിൻ്റെ ഓബ്ജക്റ്റ്. ഹൂം ഷി കിൽഡ്, അവൾ കൊന്നത് ആരെയാണ്? ഡോഗിനെ. ആരാണ് കൊന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ഷീ ആണ്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസിലും നമ്മൾ എന്താണ് കാണുന്നത്? നമ്മൾ വെർബിൻ്റെ എന്താണ് യൂസ് ചെയ്തത്? വെർബിന് നമ്മൾ ഒരു ആക്ഷൻ വേർഡായിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. നമ്മൾ വേറൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ ഷീ ഈസ് സ്റ്റാൻഡിങ്. ഷീ ഈസ് സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ ഈ നിൽക്കുക എന്നുള്ളത് എന്താണ്? അതൊരു അവസ്ഥയാണ്, അതൊരു സ്റ്റേറ്റ് ആണ്. ഐ ആം സ്റ്റാൻഡിങ് ഹിയർ എന്ന് പറയുമ്പം അതെൻ്റെ ഒരു അവസ്ഥയാണ്. സോ ആ ഒരു അവസ്ഥേനെ പറയാൻ വേണ്ടിയിട്ടും നമുക്ക് വെർബ് യൂസ് ചെയ്യാം. സ്റ്റാൻഡ് എന്നുള്ളത് വെർബാന്ന് നമുക്കറിയാം. സോ ഷീ ഈസ് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നിൽക്കുവാണ്. അപ്പോൾ ഒരാളുടെ അവസ്ഥേനെ, അല്ലെങ്കിൽ ഷീ ഈസ് സിറ്റിംഗ് ഓർ ഷീ ഈസ് ലൈയിങ് ഓൺ ദ ബെഡ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അത്തരം ഇതിലൊക്കെ നമ്മൾ എന്താണ്? ഒരാളുടെ അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരാൾ ചെയ്യണ ആക്ഷൻ അല്ലെങ്കിൽ ഒരാളുടെ അവസ്ഥേനെ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണ വേർഡാണ് വെർബ്. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ. ഇനി നമുക്കറിയാം ഒരു വെർബിന് സിംഗുലർ ഫോം ഉണ്ടാവും, പ്ലൂറൽ ഫോം ഉണ്ടാവും. ഒരു വെർബിന് സിംഗുലർ ഫോം ഉണ്ടാവും, പ്ലൂറൽ ഫോം ഉണ്ടാവും. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷെ നമ്മൾ ജനറലായി നമ്മൾ പറയുമ്പം സബ്ജക്റ്റ് എന്നല്ല, നൗണ് സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വെർബും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. നൗണ് സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വെർബും സിംഗുലർ ആയിരിക്കണം. നൗണ് പ്ലൂറൽ ആണെങ്കിൽ നമ്മുടെ വെർബും പ്ലൂറൽ ആയിരിക്കണം. നൗണ് പ്ലൂറൽ ആണെങ്കിൽ നമ്മുടെ വെർബും എന്തായിരിക്കണം? വെർബും നമുക്ക് പ്ലൂറൽ ആയിരിക്കണം. മനസ്സിലായല്ലോ? ഇതിന് ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് സിറ്റുവേഷൻസിലാണ് നമ്മുടെ നൗണ് സിംഗുലർ ആവണേ, ഏത് സിറ്റുവേഷൻസിലാണ് നൗണ് സിംഗുലർ ആവുമ്പം നമ്മുടെ വെർബ് നമുക്ക് സിംഗുലർ ആക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരുപാട് റൂൾസ് ഉണ്ട്. അതാണ് നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ ഡിസ്കസ് ചെയ്യണം. അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും ജനറലൈസ്ഡ് ആയി ഇത്രയും മാത്രം അറിഞ്ഞിരിക്കുക. നൗണ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ആ ഒരു സെൻറ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ വെർബ് സിംഗുലർ ആയിരിക്കും. നൗണ് പ്ലൂറൽ ആണെങ്കിൽ ആ സെൻറ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കും. സോ എപ്പോഴാണ് നൗണ് സിംഗുലർ ആവുന്നത്, എപ്പോഴാണ് നൗണ് പ്ലൂറൽ ആവുന്നത്? അപ്പോൾ നമുക്കറിയാം നൗണ് സിംഗുലർ ആവുന്നത് ജനറലി നമ്മളൊരു നൗൺ കാര്യം പറയുമ്പോൾ പ്ലേസ് എന്നുള്ള ഈ ഒരു വേർഡ് എന്താണ്? പ്ലേസ് എന്നുള്ള ഈ ഒരു വേർഡ് എന്താണ്? സിംഗുലർ ആണ്. യെസ് അല്ലെങ്കിൽ ഇ എസ് സിംഗുലർ ആയ ഒരു നൗണിൻ്റെ കൂടെ മോസ്റ്റ് ഓഫ് ദ കേസസിൽ നമ്മൾ യെസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്ലൂറൽ നൗൺ ആണ് കിട്ടുന്നത്. ഇത് നൗണിൻ്റെ കാര്യത്തിലാണ്. ഒരുപാട് പേർക്ക് കൺഫ്യൂസ് ആവണ ഒരു കാര്യമാണ്. നമ്മൾ യെസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നൗണിൻ്റെ കൂടെ ആണെങ്കിൽ നൗണിൻ്റെ പ്ലൂറൽ ഫോം കിട്ടും. വെർബിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ വെർബ് നമ്മൾ ജനറലി നമ്മളൊരു വെർബ് ഇപ്പോൾ ഗോ എന്നുള്ളൊരു വേർഡ് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ കം എന്നുള്ളൊരു വേർഡ് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ സ്റ്റാൻഡ് എന്നുള്ളൊരു വേർഡ് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് പറയാം? സൈൻ എന്നുള്ളൊരു വേർഡ് നമ്മൾ പറഞ്ഞു, ടോക്ക് എന്നുള്ളൊരു വേർഡ് നമ്മൾ പറഞ്ഞു. അതും അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇമിറ്റേറ്റ് എന്നുള്ളൊരു വേർഡ് നമ്മൾ പറഞ്ഞു. ഇതെല്ലാം വെർബാണ് അല്ലേ? ഇമിറ്റേറ്റ് എന്നുള്ളൊരു വേർഡ് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ കിഡ് എന്നുള്ളൊരു വേർഡ് ഇതെല്ലാം വെർബാണ്. നമ്മൾ ജനറലി നമ്മൾ പറയണത് കം, ഗോ, സിറ്റ്, ഈറ്റ് എന്നുള്ള ഈ വെർബെല്ലാം എന്താണ്? ഇത് പ്ലൂറൽ ഫോമാണ്. അതേപോലെ നമ്മൾ യെസ് അല്ലെങ്കിൽ ഇ എസ് മോസ്റ്റ് ഓഫ് ദ കേസസിൽ യെസ് അല്ലെങ്കിൽ ഇ എസ് ഒരു വെർബിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണത് എന്താണ്? സിംഗുലർ വെർബാണ്.
മനസ്സിലായല്ലോ? ഒരു വെർബിൻ്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സിംഗുലർ വെർബ് കിട്ടണേ. നൗണിൻ്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലൂറൽ വെർബ് കിട്ടും. സിംപ്ലി നമ്മൾ പ്ലേസ് അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗേൾ, ബോയ്, വിമൻ അല്ലേ, ഇങ്ങനെയൊക്കെ ഇതെല്ലാം എന്താണ്? ഇതൊക്കെ സിംഗുലർ നൗണാണ്. ഗേൾസ്, ബോയ്സ്, ക്ലാസസ്, സബ്ജക്ട്സ് ഇതൊക്കെ എന്താണ്? പ്ലൂറൽ നൗണാണ്. ഗോ, കം, സിറ്റ് ഇതൊക്കെ എന്താണ്? പ്ലൂറൽ വെർബാണ്. ഗോസ്, സിറ്റ്സ്, കംസ്, പിന്നെ നമുക്ക് എന്ത് പറയാം? ഈറ്റ്സ് ഇതൊക്കെ സിംഗുലർ വെർബാണ്. മനസ്സിലായല്ലോ? ഓക്കെ. സോ അപ്പം വെർബിൻ്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിംഗുലർ വെർബ് കിട്ടും. നമുക്കിനി ടൈപ്സ് ഓഫ് വെർബ് നോക്കാം. ടൈപ്സ് ഓഫ് വെർബിലേക്ക് വേണ്ട, നമുക്ക് ടൈപ്സ് ഓഫ് വെർബ് നോക്കാം. അപ്പോൾ ടൈപ്സ് ഓഫ് വെർബിൻ്റെ ടൈപ്സ് ഓഫ് വെർബിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം നോക്കാം. വെർബിന് നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, 4 ഫോംസ് ഉണ്ട് എന്ന് പറയാം. വെർബിൻ്റെ കാര്യം നമ്മൾ പറയുമ്പം ഒരു വെർബിന് 4 ഫോം ഉണ്ട്. നമ്മൾ ആ 4 ഫോമിനെ V1, V2, V3, V4 എന്ന് പറയും. V1, V2, V3, V4. ഫസ്റ്റ് ഫോമാണ് പ്രസൻറ്റ് ടെൻസ്. ഫസ്റ്റ് ഫോമാണ് ഒരു വെർബിൻ്റെ പ്രസൻറ്റ് ടെൻസ്. രണ്ടാമത്തെ ഫോമാണ് ഒരു വെർബിൻ്റെ പാസ്റ്റ് ടെൻസ്. മൂന്നാമത്തെ ഫോമാണ് ഒരു വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നാലാമത്തതാണ് ഒരു വെർബിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. മനസ്സിലായല്ലോ? ഒരു വെർബിന് 4 ഫോം ഉണ്ട്. ഇത് നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ വേർഡ് ഓഫ് ദി ഡേ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു പുതിയൊരു അറിവല്ല, അല്ലെങ്കിൽ ഇതൊരു പുതിയൊരു ഇൻഫോർമേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വെർബിന് നമുക്ക് 4 ഫോംസ് ഉണ്ട്. ഏത് വെർബ് എടുത്താലും അങ്ങനെ നമുക്ക് 4 ഫോംസ് ഉണ്ടാവും. ഒന്ന് പ്രസൻറ്റ് ടെൻസ് ആണ്, രണ്ടാമത്തത് പാസ്റ്റ് ടെൻസ് ആണ്, മൂന്നാമത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്, നാലാമത്തത് പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. അപ്പോൾ ഈ ഒരു പ്രസൻറ്റ് ടെൻസിൽ നമുക്ക് 2 കേസ് ഉണ്ട്. പ്രസൻറ്റ് ടെൻസിലുള്ള നമ്മുടെ 2 കേസാണ് സിംഗുലർ വെർബും പ്ലൂറൽ വെർബും. മനസ്സിലായല്ലോ? പ്രസൻറ്റ് ടെൻസിലുള്ള നമ്മുടെ 2 കേസാണ് സിംഗുലർ വെർബും പ്ലൂറൽ വെർബും. ബാക്കി ഒരു കേസിലും നമുക്ക് അങ്ങനെ സിംഗുലർ പ്ലൂറൽ എന്നൊന്നുമില്ല. അതായത് പ്രസൻറ്റ് ടെൻസിൽ മാത്രമേ നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണോ നമ്മുടെ വെർബിൻ്റെ, ഇത് നോക്കിക്കോളൂ, ഇത് വെർബിൻ്റെ 4 ഫോമാണ്. ഈ വെർബിൻ്റെ 4 ഫോം നമ്മൾ നമ്മുടെ 9 ടെൻസസിൽ നമ്മൾ യൂസ് ചെയ്യും. നമുക്ക് 9 ടെൻസ് ഉണ്ട്. അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അതൊരു ടെൻസാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഒരു ടെൻസാണ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അതൊരു ടെൻസാണ് അല്ലേ? യെസ്. അതേപോലെ എന്താണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ഒരു ടെൻസാണ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. പ്രസൻറ്റ് കോണ്ടിന്യൂസ്, പാസ്റ്റ് കോണ്ടിന്യൂസ്, ഫ്യൂച്ചർ കോണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം അതേപോലെ അങ്ങനെ നമുക്ക് 9 ടെൻസസ് ഉണ്ട് അല്ലേ? അങ്ങനെ നമുക്ക് കുറച്ച് ടെൻസസ് ഉണ്ട്. ആ ഓരോ ടെൻസസിലും നമ്മൾ ഈ വെർബിൻ്റെ മൾട്ടിപ്പിൾ ഫോംസ് അല്ലെങ്കിൽ വെർബിൻ്റെ ഏതെങ്കിലുമൊക്കെ ഫോംസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ ഈ 4 ഫോമാണ്. ഏത് വെർബ് എടുത്താലും ഈ 4 ഫോം ഉണ്ടാവും. ചില സമയത്ത് സെയിം ഫോം ആയിരിക്കാം. നമ്മളിപ്പോൾ പ്രസൻറ്റ് ടെൻസ് ആയിട്ടും അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആയിട്ടും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടും. ഇപ്പോൾ ഹിറ്റ് എന്നൊരു വേർഡ് ഉണ്ട്. ഇപ്പോൾ ഹിറ്റ് എന്നുള്ള വേർഡിൻ്റെ പ്രസൻറ്റ് ടെൻസ് ആയാലും പാസ്റ്റ് ടെൻസ് ആയാലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയാലും ഹിറ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സെയിം വേർഡ് അങ്ങനെ തന്നെ യൂസ് ചെയ്യും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സെയിം വേർഡ് അങ്ങനെ തന്നെ യൂസ് ചെയ്താലും ഏത് വേർഡ് എടുത്താലും ഏത് വെർബ് എടുത്താലും അതിന് 4 ഫോം ഉണ്ട്. പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും പ്രസൻറ്റ് പാർട്ടിസിപ്പിളും. മനസ്സിലായല്ലോ? ഇതിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസ് എവിടെയൊക്കെയാണോ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണോ നമ്മൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യണേ, അവിടെ മാത്രമാണ് നമ്മൾ സിംഗുലർ വെർബും പ്ലൂറൽ വെർബും കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഷീ എന്ന് പറയുന്ന നൗണ് സിംഗുലറാണ്. ഷീ എന്ന് പറയുന്ന നൗണ് സിംഗുലറാണ്. സോ ഷീ ഗോസ് ടു ദ മാർക്കറ്റ്. ഷീ ഗോസ് ടു ദ മാർക്കറ്റ് എന്ന് ഞാൻ പറഞ്ഞു.
ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആയ ഒരു സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വെർബ് സിംഗുലർ ആയിരിക്കണം. ഗോ എന്നുള്ളതാണ് നമ്മുടെ വെർബ്. ഗോ എന്നുള്ള വെർബ് പ്ലൂറൽ ആണ്. അതിൻ്റെ സിംഗുലർ ഫോം എന്താണ്? ES. ചില വെർബിന് നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുക്കണം, ചില വെർബിന് നമ്മൾ ES ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗോയുടെ കൂടെ നമ്മൾ ES ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഷീ ഗോസ് ടു ദ മാർക്കറ്റ്. സോ എൻ്റെ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്തു. ഇവിടെ ഞാൻ എന്താണ് ഗോ എന്നുള്ള പ്രസൻറ്റ് ടെൻസ് ആണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തത്. ഗോ എന്നുള്ള പ്രസൻറ്റ് ടെൻസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്തത് അല്ലേ? അപ്പോൾ പ്രസൻറ്റ് ടെൻസ് ഞാൻ യൂസ് ചെയ്ത്, അതായത് വെർബിൻ്റെ പ്രസൻറ്റ് ടെൻസ് ഫോമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്ത ഈ ഒരു സെൻറ്റൻസിൽ. സോ അതുകൊണ്ട് ഞാൻ സിംഗുലർ ഫോമും പ്ലൂറൽ ഫോമും ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഗോ എന്നുള്ള വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം വെൻറ്റ് ആണ്. അതിൻ്റെ പാസ്റ്റ് എന്താണ് പാർട്ടിസിപ്പിൾ ഫോം ഗോൺ ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഗോൺ ആണ്. ഇപ്പം ഞാൻ ഷീ വെൻറ്റ് ടു ദ മാർക്കറ്റ്, ഷീ വെൻറ്റ് ടു ദ മാർക്കറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, she went to the market. She has gone to the market. She has gone to the market. She has gone to the market. അപ്പോൾ ഇവിടെ ഷീയുടെ കൂടെ ഞാൻ ഗോസ് ആണ് യൂസ് ചെയ്തത്, ഇവിടെ ഷീയുടെ കൂടെ ഞാൻ വെൻറ്റ് ആണ് യൂസ് ചെയ്തത്, ഇവിടെ ഷീയുടെ കൂടെ ഞാൻ ഗോൺ ആണ് യൂസ് ചെയ്തത്. പാസ്റ്റ് ഇത് ഞാൻ എൻ്റെ മൂന്നാമത്തെ ടെൻസ് എൻ്റെ മൂന്നാമത്തെ ടെൻസ് എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഇപ്പം ഞാനിനി ഷീന് പകരം ഞാനൊരു പ്ലൂറൽ സബ്ജക്റ്റ് യൂസ് ചെയ്യാൻ പോവാണ്. They go to the market. They go to the market. They went to the market. They have gone to the market. They have gone to the market. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്കറിയാം ദേ എന്നുള്ള പ്രൊനൗൺ പ്ലൂറൽ പ്രൊനൗൺ ആണ്. ദേ എന്നുള്ള പ്രൊനൗൺ പ്ലൂറൽ പ്രൊനൗൺ ആണ്. മോർ ദാൻ വൺ അല്ലേ അവർ അല്ലെങ്കിൽ അവർ, ഇവർ എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ ദേ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണത്. അപ്പോൾ ദേ ഗോ ടു, നമ്മളവിടെ നമ്മുടെ പ്രസൻറ്റ് ടെൻസ് വന്നപ്പോഴാണ് നമ്മൾ ഗോയും ഗോസും മാറ്റി എഴുതിയ. ബാക്കി രണ്ടെണ്ണത്തിലും വെൻറ്റ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഗോൺ ആയാലും അത് നമ്മൾ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്തത്. മനസ്സിലായല്ലോ? ഇവിടെ ഹാവിൻ്റെയും ഹാസിൻ്റെയും യൂസേജിൽ വ്യത്യാസമുണ്ട്. അത് നമുക്ക് നമ്മുടെ എന്താണ് ഓക്സിലറി വെർബ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും മാത്രം മനസ്സിലാക്കിയിരിക്കുക. വെർബിൻ്റെ ഫോമിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ എവിടെയാണോ നമ്മൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യണേ അവിടെ മാത്രമാണ് നമ്മൾ സിംഗുലർ പ്ലൂറൽ കൺസിഡർ ചെയ്യണേ. ബാക്കിയുള്ള വേർഡ്സിൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള വെർബിൻ്റെ ഫോംസ് നമ്മൾ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ആ ഫോം അങ്ങനെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. യെസ്. ഇനി നമ്മൾ ഈ ഓരോ ഫോമും നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഓരോ ഫോമും നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നമ്മുടെ ടെൻസസ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽഡ് ആയിട്ട്. ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോവാം. ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഒരു വെർബിൻ്റെ പ്രസൻറ്റ് ടെൻസ് ഫോം നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഗോ എന്നുള്ളൊരു വേർഡ് തന്നെയാണ്. ഗോ എന്നുള്ളത് ഒരു ഈസി ആയ വെർബാണ്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വെർബാണ്. നോക്കിക്കോളൂ. അപ്പം നമുക്ക് ഓരോരോ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓരോരോ ടെൻസിൻ്റെ ഫോം നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്ന്, നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എവിടെയൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അല്ലേ? നമ്മളൊരു സെൻറ്റൻസ് നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം നമ്മൾ പറയുമ്പം നമ്മൾ ആ ഒരു വെർബ് അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ അവിടെ നമ്മൾ വെർബിൻ്റെ പ്രസൻറ്റ് ടെൻസ് ഫോം യൂസ് ചെയ്യും. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. മനസ്സിലായല്ലോ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ഗോസ് ടു ദി മാർക്കറ്റ് അല്ലേ? ഷീ ഗോസ് ടു ദി മാർക്കറ്റ്. ദേ ഗോ ടു ദി ടെമ്പിൾ അല്ലേ? അവർ ടെമ്പിളിൽ പോയി അല്ലെങ്കിൽ അവൾ മാർക്കറ്റിൽ പോവുക എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിൽ നമ്മൾ എവിടെയാണ് സിമ്പിൾ ഓരോ ടെൻസും നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ ടെൻസസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യണത് വെർബിൻ്റെ ഓരോ ഫോം നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്തു,
രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ പ്ലൂറൽ വെർബ് യൂസ് ചെയ്തു. മനസ്സിലായല്ലോ? സോ ഈ നമ്മുടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വരുമ്പം നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കേസാണ് നമ്മുടെ കൂടെ നമ്മൾ മോഡൽ വേർബ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണ സിറ്റുവേഷൻസിൽ അതിൻ്റെ കൂടെ നമ്മൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും. എന്താണ് മോഡൽ വേർബ് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്യും. വേർബിന് നമ്മുടെ പല ടൈപ്സാണ്. ഇത് വേർബിൻ്റെ പല ഫോംസാണ്. വേർബിന് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ആ ടൈപ്പ് ഡിസ്കസ് ചെയ്യുമ്പം എന്താണ് മോഡൽ വേർബ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മൾ യൂസ് ചെയ്യണത് മോഡൽ വേർബ്സ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ പ്രസൻറ്റ് ടെൻസ് സിമ്പിൾ നമുക്ക് മോഡൽ വേർബും പിന്നെ മോഡൽ വേർബിൽ നമുക്ക് പല ടെൻസസ് ഉണ്ട്. അതായത് പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അതിനനുസരിച്ച് അതിൻ്റെ ഫോം മാറ്റും. കോണ്ടിന്യൂസ് വരുമ്പം അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് വരുമ്പം നമ്മൾ നമ്മുടെ ഫോം മാറ്റും. അതല്ലാതെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ മോഡൽ വേർബ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യാം. നോക്കിക്കോളൂ. യു മേ ഗോ നൗ അല്ലെങ്കിൽ I can swim. വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ he must go. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മോഡൽ വേർബ്സിൻ്റെ കൂടെ നമ്മൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെർബിൻ്റെ പ്ലൂറൽ ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വെർബിൻ്റെ പ്ലൂറൽ ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഹി മസ്റ്റ് ഗോ എന്ന് പറയുമ്പോഴും ഇനി ദേ വന്നാലും നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ദേ മസ്റ്റ് ഗോ. മനസ്സിലായോ? ഹി ഷുഡ് ഗോ, ഷീ ഷുഡ് ഗോ അല്ലെങ്കിൽ ഷീ ഷുഡ് അറ്റൻഡ് ദ പാർട്ടി, ദേ ഷുഡ് അറ്റൻഡ് ദ പാർട്ടി. അപ്പോൾ സിംഗുലറായ നൗണും സബ്ജക്റ്റ് വന്നാലും പ്ലൂറലായ സബ്ജക്റ്റ് വന്നാലും നമ്മൾ മോഡൽ വേർബ്സിൻ്റെ പ്രസൻറ്റ് ഫോമാണ്, പ്രസൻറ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ മോഡൽ വേർബിൻ്റെ നമ്മൾ ആ ഒരു സെൻറ്റൻസിൽ ഉദ്ദേശിക്കുന്ന കാര്യം, ആ ഒരു സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ മോഡൽ വേർബ്സിൻ്റെ കൂടെ നമ്മൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നമ്മൾ എന്താണ് യൂസ് ചെയ്യണത്? വെർബിൻ്റെ പ്രസൻറ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സിറ്റുവേഷൻസിൽ ഇപ്പോൾ ഡു എന്ന് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഡസ് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ ഡിഡ് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. യെസ്. ഡു യു നോ ഹിം അല്ലെങ്കിൽ ഡസ് ഷീ നോ ഹിം, അല്ലെങ്കിൽ ഡസ് ഷീ നോ ഹിം, ഡിഡ് ഹീ നോ ഹിം. സോ അങ്ങനെ ഡു ഡസ് ഡിഡ് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്തും നമ്മൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഏത് വേർഡ് യൂസ് ചെയ്താലും, ഡു യൂസ് ചെയ്താലും ഡിഡാണ് ഏത് ഇൻട്രോഗേറ്റീവ് വേർഡ്, ഡൂടെ ഏത് ഫോം, ഡു ഡസ് ഡിഡ്, ഇത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയാം. നമ്മൾ നമ്മുടെ ഓക്സിലറി വേർബ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ ഡു ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിലും, ഡസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിലും, ഡിഡാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിലും, പ്രസൻറ്റ് ടെൻസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, വെർബിൻ്റെ പ്ലൂറൽ ഫോമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. വെർബ് എങ്ങനെയായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങളുടെ ഡു ഡസ് ഡിഡ് എന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് സിംഗുലർ ആയാലും നിങ്ങളുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആയാലും നമ്മുടെ വെർബ് എന്തായിരിക്കും? നമ്മുടെ വെർബ് പ്ലൂറൽ ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ, ഡു യു, ഡു ദേ നോ ഹിം, ഡസ് ഷീ നോ ഹിം, ഡിഡ് ഷീ നോ ഹിം. മനസ്സിലായോ? സോ ഈ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ചിലരെങ്കിലും ആലോചിക്കും, ഇവിടെ എന്താണ് ഡു വന്നത്, ഇവിടെ എന്താ ഡസ് വന്നത്, ഇവിടെ എന്താ ഡിഡ് വന്നതെന്ന്. അത് നമുക്ക് ഡു ഡസ് ഡിഡ് ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡു ഡസ് ഡിഡ് വന്നാൽ ഇത്തരം സിറ്റുവേഷൻ അല്ലെങ്കിൽ മോഡൽ വേർബ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു സിറ്റുവേഷനാണ്, ഞാൻ ഇവിടെ എഴുതാം, ഫ്യൂച്ചർ ടെൻസ് അല്ലേ. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പ്രസൻറ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ വെർബിൻ്റെ പ്ലൂറൽ ഫോം ആണ് യൂസ് ചെയ്യുന്നത്. നോക്കിക്കോളൂ. നമുക്കറിയാം ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ വിൽ അല്ലെങ്കിൽ ഷാൽ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ വിൽ അല്ലെങ്കിൽ ഷാൽ ആണ് യൂസ് ചെയ്യണത്. ഇപ്പോൾ അധികം ഷാൽ എന്നുള്ള ആ ഒരു യൂസേജ് അധികം കാണാറില്ല. ഇപ്പോഴത്തെ ഒരു മോഡേൺ ഇംഗ്ലീഷിൽ നമ്മൾ പൊതുവേ പറയുമ്പോൾ ഫ്യൂച്ചർ ടെൻസിൽ വി ജനറലി യൂസ് വിൽ ആൻഡ് ഷാൽ. ഇപ്പോൾ അധികം ഷാൽ എന്നുള്ള ആ ഒരു യൂസേജ് കാണാറില്ല. നമ്മൾ മോസ്റ്റ് കോമൺ ആയി നമ്മൾ വില്ലാണ് യൂസ് ചെയ്യുന്നത്. സോ വില്ലായാലും ഷാൽ ആയാലും ഷീ വിൽ,
ഷീൽ ഗോ ടുമോറോ. ടുമോറോ വേണ്ട, ഷീൽ ഗോ. ഷീൽ ഗോ എന്ന് പറയുമ്പോൾ എന്താണ്? അവൾ പോവും. ഇത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫ്യൂച്ചർ ടെൻസ് ആണെന്ന് കാണിക്കാനാണ് നമ്മൾ വില്ല് യൂസ് ചെയ്തത്. ഫ്യൂച്ചർ ടെൻസ് ആണെന്ന് കാണിക്കാനാണ് നമ്മൾ വില്ല് യൂസ് ചെയ്തത്. അതിനുശേഷം നമുക്കറിയാം ഷീ എന്ന് പറയുന്ന ആൾ സിംഗുലർ ആണ്. എന്നിട്ടും സ്റ്റിൽ വി യൂസ്ഡ് ദ വെർബ് ഇൻ ഇറ്റ്സ് പ്ലൂറൽ ഫോം അല്ലേ. സോ സിംഗുലർ ആണെങ്കിൽ നമ്മുടെ നൗൺ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മുടെ ടെൻസ് സിമ്പിൾ, ആ ഒരു സെൻറ്റൻസിൻ്റെ ടെൻസ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ വില്ലിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ വെർബിൻ്റെ പ്രസൻറ്റ് ടെൻസ് ഫോം യൂസ് ചെയ്യും. അത് ഏത് ഫോമിലായിരിക്കും? പ്ലൂറലിലായിരിക്കും. മനസ്സിലായല്ലോ? യെസ്. സോ ഇവിടെയൊക്കെ ഈ ഒരു 4 കേസിലാണ് നമ്മൾ എപ്പോഴും കോമൺ ആയി പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വരുമ്പോഴാണ് അല്ലേ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വരുമ്പോഴാണ് നമ്മൾ സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ കാര്യം പറയുമ്പം സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നമ്മൾ നോക്കണേ. ബാക്കി 3 സിറ്റുവേഷൻസിലും ഇറസ്പെക്റ്റീവ് ഓഫ് അല്ലേ, സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മുടെ വെർബ് എന്തായിരിക്കും? നമ്മുടെ വെർബ് പ്ലൂറൽ ആയിരിക്കും. യെസ്. അപ്പോൾ സിമ്പിൾ നമ്മുടെ പ്രസൻറ്റ് ടെൻസ് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി പാസ്റ്റ് ടെൻസ്. അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് ടെൻസ് എവിടെ യൂസ് ചെയ്യണമെന്നുള്ളത് മനസ്സിലായല്ലോ. യെസ്. ഇനി വെർബിൻ്റെ രണ്ടാമത്തെ ഫോമാണ് V2 അല്ലേ. V2 എന്ന് പറയുമ്പം എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. V2 പാസ്റ്റ് ടെൻസ് ആണ്. യെസ്, പാസ്റ്റ് ടെൻസ്. അപ്പോൾ ബാക്കി ടെൻസസിനൊന്നും എന്തില്ല? സിംഗുലർ പ്ലൂറൽ ഫോം ഇല്ല. നമ്മുടെ ഏതിന് മാത്രമേ ഉള്ളൂ? പ്രസൻറ്റ് ടെൻസിന് മാത്രമേ സിംഗുലർ പ്ലൂറൽ ഫോം ഉള്ളൂ. അപ്പോൾ വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് നമ്മൾ ഗോ എന്നുള്ള വെർബായിരുന്നു പറഞ്ഞ് നമുക്ക് പറയാം വെൻറ്റ് എന്നുള്ളതാണ് നമ്മുടെ ഗോ എന്നുള്ള വെർബിൻ്റെ പാസ്റ്റ് ടെൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ ഈ ഒരു വെർബ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുമ്പം ഷി വെൻറ്റ് ടു ദി മാർക്കറ്റ്. ഷി വെൻറ്റ് ടു ദി മാർക്കറ്റ്. അപ്പോൾ ഇവിടെ ഈ ഒരു സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണോ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണേ അവിടെ എല്ലാം നമുക്ക് വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം യൂസ് ചെയ്യാം. ഇപ്പോൾ ഈറ്റ് എന്നൊരു വെർബുണ്ട്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് എയ്റ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ പറയുമ്പം ഷീ എയ്റ്റ് ഓൾ ദ റിമൈനിങ് ആപ്പിൾസ്. ഷീ എയ്റ്റ് ഓൾ ദ റിമൈനിങ് ആപ്പിൾസ് അല്ലേ. ബാക്കിയുള്ള എല്ലാ ആപ്പിളും അവൾ കഴിച്ചു. സോ അങ്ങനെ. അപ്പോൾ കഴിച്ചു, നമുക്കറിയാം കഴിക്കുക എന്ന് പറയുന്നത് എന്താണ്? പ്രസൻറ്റ് ടെൻസ് ആണ്. കഴിച്ചു എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. സോ ഷീ എയ്റ്റ് ഓൾ ദ ആപ്പിൾസ്. അപ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസ് വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യണ ഒരൊറ്റ സിറ്റുവേഷൻ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഓക്കെ. ഇനി ഈ മൂന്നാമത്തതാണ് നമ്മുടെ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ. വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യും. വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ നമ്മൾ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നമ്മൾ ഗോ എന്നുള്ള വെർബായിരുന്നു പറഞ്ഞ്, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഗോൺ. ചില സമയത്ത് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും, ചില വേർഡ്സിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആയിരിക്കാം. നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പം വാക്ക് എന്നുള്ളത് നമ്മുടെ ഒരു വെർബാണ്. ഇതാണ് അതിൻ്റെ പ്രസൻറ്റ് ടെൻസ്. വാക്ക്ഡ് എന്നുള്ളതാണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും വാക്ക്ഡ് തന്നെയാണ്. മനസ്സിലായല്ലോ? നമ്മൾ ഗോയുടെ കാര്യം നമ്മൾ പറഞ്ഞു, ഗോ വെൻറ്റ് ഗോൺ അല്ലേ. നമ്മൾ കം എന്നുള്ളതൊരു വെർബാണ്. കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് കെയിം ആണ്. കമ്മിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കമ്മാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കം എന്നുള്ള വെർബിൻ്റെ പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം വേർഡാണ്, കമ്മ് തന്നെയാണ്. അതിൻ്റെ പാസ്റ്റ് ടെൻസാണ് കെയിം. ഈറ്റ് എന്നൊരു വേർഡ് ഉണ്ട് അല്ലേ. എയ്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ്. ഈറ്റൺ എന്നുള്ളതാണ് അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നമ്മൾ വേറൊരു എക്സാമ്പിൾ ട്രിഗർ. യെസ്, പാസ്റ്റ് ടെൻസ് ട്രിഗേർഡ് ആണ്.
ട്രിഗേർഡ് ആണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും ട്രിഗേർഡ് ആണ്. ഇപ്പോൾ മിക്ക വേർഡ്സിൻ്റെയും ഒട്ടുമിക്ക വേർഡ്സിൻ്റെയും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആവാറുണ്ട്. യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യണത്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ നമ്മുടെ പെർഫെക്റ്റ് ടെൻസസിൽ നമ്മൾ യൂസ് ചെയ്യും. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആയാലും അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആയാലും നമ്മൾ യൂസ് ചെയ്യും. പ്രസൻറ്റ് പെർഫെക്റ്റ് ആയാലും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയാലും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയാലും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയാലും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് അല്ലേ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആയാലും നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യും? വെർബിൻ്റെ ഏത് ഫോം നമ്മൾ യൂസ് ചെയ്യും? പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ള ആ ഒരു ഫോം നമ്മൾ യൂസ് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലേ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഒരു സെൻറ്റൻസ് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവും, അതിൻ്റെ കൂടെ വെർബിൻ്റെ തേർഡ് ഫോം ഉണ്ടാവും. ഇല്ല, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവും, അതിൻ്റെ കൂടെ നമ്മൾ വെർബിൻ്റെ തേർഡ് ഫോം ഉണ്ടാവും. പെർഫെക്റ്റ് ടെൻസസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയ കാര്യങ്ങൾ ടെൻസസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാം. ഇപ്പം ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എവിടെയാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്യണേ? എവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണ സമയത്ത് നമ്മൾ ഈ ഹാസ് അല്ല, എവിടാ നമ്മൾ ഹാസ് യൂസ് ചെയ്യണേ, എവിടാ നമ്മൾ ഹാവ് യൂസ് ചെയ്യണേ? നമ്മുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മൾ എന്തിൻ്റെ കൂടെയാണോ ഹാസ് യൂസ് ചെയ്യുന്നത് അത് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസ് യൂസ് ചെയ്യും, പ്ലൂറൽ ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഹാവ് യൂസ് ചെയ്യും. നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ ജനറലി സബ്ജക്റ്റ് വെച്ചിട്ടാണല്ലോ നമ്മുടെ ടെൻസസ്. അപ്പോൾ സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗണ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസ് യൂസ് ചെയ്യും, നൗണ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഹാവ് യൂസ് ചെയ്യും. അത് നമ്മൾ ഈ ഹാസ് ഹാവ് എന്നുള്ളത് എങ്ങനെ യൂസ് ചെയ്താലും, ഞാൻ പറഞ്ഞല്ലോ ചില സിറ്റുവേഷൻസിൽ ഈ ഹാസ് ഹാവ് ഹാഡ് എന്നുള്ളത് നമ്മൾ പൊസഷനെ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യില്ല, നമ്മൾ പൊസസ് ചെയ്യുന്ന സാധനങ്ങൾ എന്നുള്ള രീതിയിൽ. ഐ ഹാവ് എ പെൻ, ഷീ ഹാസ് എ ബെൻസ് കാർ അല്ലേ, ഷീ ഹാസ് എ ബെൻസ് കാർ, ഓർ എൽസ് വി ക്യാൻ സേ ഷീ ഹാഡ് എ ബെൻസ് കാർ, അവളുടെ കയ്യിൽ ഒരു ബെൻസ് കാർ ഉണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ ഏത് ഫോം ആയാലും, അതായത് നമ്മൾ ഈ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യണ കാര്യങ്ങൾ ഏത് ഫോമിലായാലും നമുക്ക് യൂസ് ചെയ്യാം. ഐ മീൻ ഇപ്പം എന്താണ് ഞാൻ പറഞ്ഞില്ല, പൊസഷൻ്റെ ഒരു രീതിയിലായാലും അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലായാലും ഹാസും ഹാവും ബാധകമാണ്. ഹാസ് നമ്മൾ എപ്പോഴും സിംഗുലറായ നൗൺസിൻ്റെ അല്ലെങ്കിൽ സിംഗുലറായ പ്രൊനൗൺസിൻ്റെ കൂടെ യൂസ് ചെയ്യും. ഹാവ് നമ്മൾ എപ്പോഴും പ്ലൂറലായ നൗൺസിൻ്റെ അല്ലെങ്കിൽ പ്ലൂറലായ പ്രൊനൗൺസിൻ്റെ കൂടെ യൂസ് ചെയ്യും. പ്ലൂറലായ പ്രൊനൗൺസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഐ വി ദേ, ഐ വി ദേ ഒക്കെയാണ് എന്ത് നമ്മുടെ ഐ യു വി ദേ, ഇതൊക്കെ നമ്മുടെ പ്ലൂറലായ പ്രൊനൗൺസ് ആണ്. സിംഗുലറായ പ്രൊനൗൺസ് ഹി ഷീ ഇറ്റ് ആണ്, ഹി ഷീ ഇറ്റ്. സോ അത് മൂന്നും സിംഗുലർ ആണ്. സോ അതിൻ്റെ മൂന്നിൻ്റെയും കൂടെ നമ്മൾ സിംഗുലർ ഹാസ് യൂസ് ചെയ്യും, ബാക്കി പ്ലൂറലായി വരുന്നതിൻ്റെ കൂടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യും. യെസ്, സോ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3. നമ്മളൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ ഷീ ഹാസ് ഗോൺ, ഷീ ഹാസ് ഗോൺ, they have gone അല്ലേ, they have gone. യെസ്, they have gone. നമ്മളിവിടെ പറയുമ്പം നമ്മൾ പറഞ്ഞു പെർഫെക്റ്റ് ടെൻസ് അല്ലേ, പെർഫെക്റ്റ് ടെൻസിൻ്റെ ഏത് ഫോം വന്നാലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ മോഡൽ വെർബിനെ നമ്മൾ ചില സമയത്ത് പെർഫെക്റ്റ് ടെൻസസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മോഡൽ വെർബിനെ നമ്മൾ പെർഫെക്റ്റ് ടെൻസസിൽ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഷീ മൈറ്റ് ഹാവ് ഗോൺ, they might have come എന്നുള്ള രീതിയിൽ, she might have gone or else they might have come എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ അപ്പോൾ അവിടെയും നമുക്ക് യൂസ് ചെയ്യാം. she might have gone, she might have gone, they might have gone, they might have gone, they might have gone. യെസ്, നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ കുറേ പേര് ചിന്തിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ
സിംഗുലർ നൗൺ വന്നാൽ നമ്മൾ ഹാസ് യൂസ് ചെയ്യും, പ്ലൂറൽ നൗൺ വന്നാൽ നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പം ഇവിടെ ഷീ സിംഗുലർ ആണ്. ഷീ എന്ന് പറയുന്നത് അവൾ അല്ലേ, അവൾ എന്നുള്ളതിനാണ് നമ്മൾ ഷീ യൂസ് ചെയ്യണേ. അവരെന്നുള്ളതിനാണ് നമ്മൾ ദേ, അവർ ഇവരെന്നുള്ള അല്ലെങ്കിൽ അവൾ ഇവൾ എന്നുള്ളതിനാണ് ഷീ. അപ്പോൾ നമുക്കറിയാം ഷീ സിംഗുലർ ആണ്, ഷീ സിംഗുലർ ആണ്, ദേ എന്നുള്ളത് പ്ലൂറലാണ്. പക്ഷേ രണ്ട് സ്ഥലത്തും നമ്മൾ യൂസ് ചെയ്തത് ഹാവ് ആണ്. രണ്ട് സ്ഥലത്തും നമ്മൾ യൂസ് ചെയ്തത് ഹാവ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കാര്യം ഷീ സിംഗുലർ ആണ് എന്ന് നമ്മൾ പറഞ്ഞാലും മൈറ്റ് എന്നുള്ളത് എന്താണ്? മോഡൽ വെർബാണ്. മൈറ്റ് എന്നുള്ളത് മോഡൽ വെർബാണ്. നമ്മൾ മോഡൽ വെർബ് ഡിസ്കസ് ചെയ്യും. കുറച്ച് സെറ്റ് ഓഫ് മോഡൽ വെർബ്സ് നമുക്കുണ്ട്. സോ മോഡൽ വെർബിൻ്റെ കൂടെ, മോഡൽ വെർബിന് ശേഷം നമ്മൾ യൂസ് ചെയ്യണത് നമ്മൾ പറഞ്ഞു പ്രസൻറ്റ് ടെൻസ് അല്ലേ. നമ്മൾ അതിന് ശേഷം യൂസ് ചെയ്യണത് പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും. അതും അതിൻ്റെ എന്താണ്? പ്ലൂറൽ ഫോം ആയിരിക്കും അല്ലേ. മോഡൽ വെർബിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും. നമ്മൾ അതിൻ്റെ പ്ലൂറൽ ആ വെർബിൻ്റെ പ്ലൂറൽ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷീ മൈറ്റ് ഹാവ് ഗോൺ അല്ലേ. നമ്മൾ പറഞ്ഞു, അതായത് നമ്മുടെ മോഡൽ വെർബിന് ശേഷം കുറച്ച് സെറ്റ് ഓഫ് മോഡൽ വെർബ്സ് ഉണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. മോഡൽ വെർബിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് പറയാം. മോഡൽ വെർബിന് ശേഷം നമ്മൾ യൂസ് ചെയ്യണത്, നമ്മൾ ശേഷം യൂസ് ചെയ്യണത് പ്ലൂറൽ ഫോമിലുള്ള വെർബായിരിക്കും. ഷീ മൈറ്റ് ഹാവ് ഗോൺ, ദേ മൈറ്റ് ഹാവ് ഗോൺ, അല്ലെങ്കിൽ ഷീ കുഡ് ഹാവ് ഡൺ, ഷീ ഷുഡ് ഹാവ് ഡൺ അല്ലേ, ഷീ ഷുഡ് ഹാവ് ഡൺ, ഹി കുഡ് ഹാവ് ഡൺ എന്നുള്ള. അപ്പം നിങ്ങളുടെ സബ്ജക്റ്റ് സിംഗുലർ ആയാലും ഇറസ്പെക്റ്റീവ് ഓഫ് സിംഗുലർ ഓർ പ്ലൂറൽ സബ്ജക്റ്റ് അല്ലേ, സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമുക്ക് മോഡൽ വെർബിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ ഫോം ഓഫ് ദി വെർബായിരിക്കും. മനസ്സിലായല്ലോ? യെസ്, നമ്മൾ തൊട്ട് മുമ്പ് നമ്മുടെ പ്രസൻറ്റ് ടെൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു മോഡൽ വെർബിന് ശേഷം നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യും, അതിൻ്റെ പ്ലൂറൽ ഫോം നമ്മൾ യൂസ് ചെയ്യുന്നു. സോ നമ്മൾ പറഞ്ഞു ഹാസ് എന്നുള്ളതും ഹാവ് എന്നുള്ളതും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് അല്ലേ, അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സോ അത്തരം സിറ്റുവേഷൻസിൽ നമ്മുടെ സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസ് യൂസ് ചെയ്യും, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് യൂസ് ചെയ്യും എന്ന് പറഞ്ഞു. സോ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? അതായത് പ്രസൻറ്റ് ടെൻസിൻ്റെ പ്ലൂറൽ ഫോമാണ്. സോ നമ്മൾ ഹാവ് യൂസ് ചെയ്തു ഇറസ്പെക്റ്റീവ് ഓഫ് സിംഗുലർ ഓർ പ്ലൂറൽ സബ്ജക്റ്റ്. മനസ്സിലായല്ലോ? യെസ്. ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമുക്ക് യൂസ് ചെയ്യാം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ പറയുമ്പം ഷീ ഹാഡ് ഗോൺ, നമ്മൾ പറഞ്ഞു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാസ് അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യുന്നത്. ഹാസ് അല്ലെങ്കിൽ ഹാവ് നമ്മൾ പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യണത് ഹാഡാണ്. അതിന് സിംഗുലർ പ്ലൂറൽ എന്നൊന്നുമില്ല, സിംഗുലർ ആയാലും നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആയാലും നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആയാലും നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുന്ന എന്താ പറയുക നമ്മുടെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഹാഡാണ്. സോ ഷീ ഹാഡ് ഗോൺ, ദേ ഹാഡ് ഗോൺ, ഷീ ഹാഡ് ഗോൺ, ദേ ഹാഡ് ഗോൺ. അതേപോലെ മൂന്നാമത്തതാണ് ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും? വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം. ഇവിടെ നമ്മൾ ഹാഡ് പ്ലസ് V3 ഫോമാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാഡ് പ്ലസ് V3 ഫോമാണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 ഫോമാണ്. അപ്പോൾ വിൽ എന്ന് പറയുന്നതും നമ്മുടെ മോഡൽ വെർബാണ്. സോ മോഡൽ വെർബിന് ശേഷം എപ്പോഴും ഹാവേ വരുള്ളൂ. സോ വിൽ ഹാവ് പ്ലസ് V3 ഫോം. നമ്മൾ പറയുമ്പം ഷി വിൽ ഹാവ് ഗോൺ അല്ലെങ്കിൽ എന്താണ് ഷീ വിൽ ഹാവ് ടേക്കൺ എന്നുള്ള ആ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. സോ ഈ ഇങ്ങനെ പെർഫെക്റ്റ് ടെൻസസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നമ്മൾ യൂസ് ചെയ്യണം. അതേപോലെ നമ്മുടെ പാസീവ് വോയിസിലും നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. യെസ്, നമ്മൾ പറയുമ്പോൾ പാസീവ് വോയിസ് നമ്മൾ പറയുമ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയാം. all the apples were eaten by him.
സോ ഇവിടെ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ പെർഫെക്റ്റ് ടെൻസസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ മോഡൽ വെർബ്സിൻ്റെ കൂടെയുള്ള പെർഫെക്റ്റ് ടെൻസസ് ആയാലും, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയാലും, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയാലും, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആയാലും നമ്മൾ നമ്മുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മുടെ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യാം. യെസ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് നമ്മുടെ ഗ്രാമറിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. എന്താണ് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന് ഞാനിപ്പോൾ ജസ്റ്റ് ഞാൻ പറയാം. എന്നിട്ട് നമുക്ക് നമ്മുടെ V4 നോക്കാം. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആ ചാപ്റ്റർ നോക്കുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് വാട്ട് ഈസ് വാട്ട് എന്ന് മാത്രം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് 2 വോയിസ് ഉണ്ട്. ഒന്ന് ആക്റ്റീവ് വോയിസ് ആണ്, ഒന്ന് പാസീവ് വോയിസ് ആണ്. ഒന്ന് ആക്റ്റീവ് വോയിസ് ആണ്, ഒന്ന് പാസീവ് വോയിസ് ആണ്. അപ്പോൾ നമ്മുടെ ആക്റ്റീവ് വോയിസ് ഇന്ന ടെൻസിലാണെങ്കിൽ, ആക്റ്റീവ് വോയിസ് ഇപ്പം ഇന്ന ടെൻസിലാണെങ്കിൽ നമ്മുടെ പാസീവ് വോയിസ് നമ്മൾ ഇന്ന രീതിയിൽ മാറ്റി എഴുതണം. നമുക്ക് അങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ടെൻസസ് മുഴുവനും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചാൽ ഏത് ടെൻസാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്കതിനെ എങ്ങനെ പാസീവ് വോയിസിൽ നമുക്കതിനെ എങ്ങനെ മാറ്റി എഴുതാമെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ ടെൻസസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് നമ്മുടെ എല്ലാ പാർട്സ് ഓഫ് സ്പീച്ചും ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ആക്റ്റീവ് വോയിസ്, നമ്മുടെ ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, അപ്പോൾ ഇവിടെ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണ് ആക്റ്റീവ് വോയിസ്, എന്താണ് പാസീവ് വോയിസ് എന്ന് മാത്രം ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. അതായത് നമ്മളൊരു സെൻറ്റൻസ് നമ്മൾ പറയുമ്പം ആ സെൻറ്റൻസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സബ്ജക്റ്റിനാണെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് ആയിരിക്കും. നമ്മൾ ആ സെൻറ്റൻസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ഒബ്ജക്റ്റിനാണെങ്കിൽ അത് പാസീവ് വോയിസ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. She ate all the apples. അല്ലേ? She ate all the apples. അല്ലേ? അവൾ എല്ലാ ആപ്പിളും കഴിച്ചു. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഏതാണ് സബ്ജക്റ്റ്. നമ്മുടെ ഷീ ആണ് നമ്മുടെ സബ്ജക്റ്റ്. ate എന്നുള്ളതാണ് നമ്മുടെ വെർബ് ആക്ഷൻ. ആപ്പിൾ എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അല്ലേ? അപ്പോൾ ആരാണോ ആക്ഷൻ ചെയ്യണത് അയാളാണ് സബ്ജക്റ്റ്. ആക്ഷൻ്റെ എഫക്റ്റ് ആർക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ ആരോടാണ് ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് എന്താ പറയുക എന്ത് വെച്ചിട്ടാണ് ആ ഒരു ആക്ഷൻ ചെയ്തതെന്നുള്ള രീതിയിലുള്ള. അപ്പോൾ എന്താണ് അവൾ കഴിച്ചത്? ആപ്പിളാണ് കഴിച്ചത്. അപ്പോൾ അതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മുടെ ഒരു സെൻറ്റൻസിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ സബ്ജക്റ്റിനാണെങ്കിൽ അതാണ് ആക്റ്റീവ് വോയിസ്. അപ്പോൾ എന്താണ് പാസീവ് വോയിസ്? All the apples were eaten by her. All the apples were eaten by her. ഇവിടെ നമുക്കറിയാം ആരാണ് ഇവിടെ ആക്ഷൻ ചെയ്തത്? ആക്ച്വലി ഹെർ ആണ് ആക്ഷൻ ചെയ്തത്. All the apples were eaten by her. സോ ഇവിടെ ഈ കഴിക്കുക എന്നുള്ള ആക്ഷൻ ചെയ്തത് ഹെർ ആണ്. പക്ഷെ നമ്മൾ ഈ സെൻറ്റൻസിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ആർക്കാണ്? ഓൾ ദ ആപ്പിൾസിനാണ്. മനസ്സിലായോ? സോ അപ്പോൾ ആ ഒരു ഇപ്പം നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഇത് പല ടെൻസസ് ആണ്. ആദ്യത്തത് പാസ്റ്റ് ടെൻസ് ആണ്, രണ്ടാമത്തത് നമ്മുടെ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. അങ്ങനെ നമുക്ക് പല ടെൻസസ് ഉണ്ട്. സോ പല ടെൻസസിൽ ആക്റ്റീവ് വോയിസ് വരുമ്പോൾ പല രീതിയിലായിരിക്കും അതിൻ്റെ പാസീവ് വോയിസ് വരുന്നത്. ആ റൂൾസ് നമുക്ക് ലേറ്റർ ഓൺ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറയുമ്പം അതിൻ്റെ പാസീവ് വോയിസ് വരുന്നത് എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹെർ എന്നാണ്. എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹെർ. പാസീവ് വോയിസിൽ നമ്മൾ യൂസ് ചെയ്യണത് നമ്മുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. നിങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യണത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം സ്പെഷ്യൽ ഫോമിലുള്ള നമ്മുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ റൈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് റോട്ടാണ്. RITE WRITE അല്ല, WRITE റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക. അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? അതിൻ്റെ പാസ്റ്റ് ടെൻസ് റോട്ടാണ്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ റിട്ടേൺ ആണ്.
മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് നമ്മളിവിടെ യൂസ് ചെയ്യണത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ വെർബ്സ് ചൂസ് ചെയ്യണത്. ഇപ്പോൾ സിംപ്ലി ഞാൻ ആസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അവിടെ പാസ്റ്റ് ടെൻസ് ആണോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണോ എന്ന്. അപ്പോൾ പാസീവ് വോയിസിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ എന്താ പറയുക, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ആക്ഷൻ ആരാണ് ചെയ്യുന്നത്? ഇവിടുത്തെ ആക്ഷനും ഹെറാണ്. ഈ റൈറ്റ് എഴുതുക എന്നുള്ള ആക്ഷൻ ചെയ്യണത് ഹെറാണ്. പക്ഷെ നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത് ആർക്കാണ്? ലെറ്ററിനാണ്. മനസ്സിലായോ? ലെറ്റർ. അപ്പോൾ നമ്മൾ എവിടെയാണ്, ഏത് സെൻറ്റൻസിലാണോ നമ്മൾ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവിടെ അത്തരം ഇതിനെയാണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. എവിടെയാണോ നമ്മൾ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ആരാണോ ആക്ഷൻ ചെയ്ത യെസ് അയാളുടെ കാര്യം അയാൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പം അതാണ് നമ്മുടെ ആക്റ്റീവ് വോയിസ്. യെസ്. ഓക്കെ. സോ നമുക്ക് ഈ വെർബിൻ്റെ 4ാമത്തെ ഫോം നോക്കാം. വെർബിൻ്റെ 4ാമത്തെ ഫോമാണ് നമ്മുടെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. യെസ്. അപ്പോൾ വെർബിൻ്റെ 4ാമത്തെ നമ്മൾ ഗോ എന്നുള്ള വെർബായിരുന്നു അല്ലേ? ഗോയിങ്, റൈറ്റിംഗ്, ഈറ്റിംഗ്, ചാറ്റിംഗ്, സിറ്റിംഗ്. ഇതൊക്കെ എന്താണ്? ലാസ്റ്റ് നമ്മൾ ING, ഒരു വെർബിൻ്റെ കൂടെ ലാസ്റ്റ് നമ്മൾ ING ആഡ് ചെയ്യണ സമയത്താണ് നമുക്കതിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം കിട്ടണത്. സോ ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ കോണ്ടിന്യൂസ് ടെൻസിൽ. അത് പ്രസൻറ്റ് കോണ്ടിന്യൂസ് ആയാലും പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും നമ്മൾ മോഡൽ വേർബ്സിൻ്റെ കൂടെ നമ്മൾ കോണ്ടിന്യൂസ് ടെൻസസ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിലും അവിടെ നമ്മൾ ഏത് ഫോമാണ് യൂസ് ചെയ്യുന്നത്? പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഈ പ്രസൻറ്റ് പാർട്ടിസിപ്പിളിനെ നമ്മൾ എന്താ പറയുക, ചില സമയത്ത് നമ്മൾ സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഷീ ഈസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ഡാൻസിങ്. നൗണായിട്ട്, സബ്ജക്റ്റ് അല്ല, നൗണായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ING ഫോമിൽ, അതായത് ചില വെർബിൻ്റെ ഈ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം നമ്മൾ ചില സമയത്ത് നൗണായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഐ എം വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ കുക്കിംഗ് അല്ലേ? ഐ എം വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ടോക്കിംഗ്. ഓർ എൽസ് ഐ ക്യാൻ സേ ഐ ഹേറ്റ് ഡാൻസിങ് ഓർ ഐ ഡോണ്ട് നോ സിംഗിങ്. സോ ഇവിടെയൊക്കെ നമ്മൾ നൗണായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്. നമ്മൾ ജെറൻഡ് എന്ന് അതിനെ പറയും. നമ്മളത് ഡിസ്കസ് ചെയ്യും. നമ്മുടെ ഈ ഒരു വെർബ് എന്നുള്ളതിൻ്റെ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻ്റ് ഒക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ജെറൻഡ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അല്ലാതെ വെർബിനെ വെർബായിട്ട് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ഒരു വെർബിന് വെർബായിട്ട് നമ്മൾ യൂസ് ചെയ്യണ സിറ്റുവേഷൻസിൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യണത്? കോണ്ടിന്യൂസ് ടെൻസിൽ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ present continuous, she is going to the market, they are going to park. അതാണ് നമ്മുടെ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ പ്രസൻറ്റ് I am talking to my brother, I am talking to my brother അല്ലേ? അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോം. എവിടെയാണ് ഇസ് യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് ആർ യൂസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇസ് നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് വരുമ്പം അതിൻ്റെ ഫോം എന്താണെന്ന് വെച്ചാൽ ബിയുടെ പ്രസൻറ്റ് ടെൻസ് ഫോം. അതായത് ഇസ് ഉണ്ടാവും, ആർ ഉണ്ടാവും, അല്ലെങ്കിൽ ആം ഉണ്ടാവും പ്ലസ് V4. മനസ്സിലായോ? ഇസ് ഉണ്ടാവും, ആർ ഉണ്ടാവും, അതും അല്ലെങ്കിൽ ആം ഉണ്ടാവും പ്ലസ് V4. ബിക്ക് വേറെയും ഫോം ഉണ്ട്, അത് നമ്മൾ വേറെ പലതിൽ യൂസ് ചെയ്യും. യെസ്. അപ്പോൾ എവിടെയാണ് നമ്മൾ ഇസും ആറും ആമും യൂസ് ചെയ്യുന്നത്? ആം നമ്മൾ എപ്പോഴും ഐയുടെ കൂടെയാണ് യൂസ് ചെയ്യുക. ഐ എം ഗോയിങ്, ഐ എം ഈറ്റിംഗ്, ഐ എം സിറ്റിംഗ്.
ഐ എം സ്റ്റഡി, അങ്ങനെ ഐയുടെ കൂടെയാണ് നമ്മൾ ആം യൂസ് ചെയ്യണം, വേറെ എവിടെയും നമ്മളത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ 6 നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ നൗൺസിൻ്റെ കൂടെയാണ്. 6 നമ്മൾ യൂസ് ചെയ്യണത് പ്ലൂറൽ നൗൺസിൻ്റെ കൂടെയാണ്. ദേ ആർ ഗോയിങ് ടു ദ പാർക്ക്. നമുക്കറിയാം ദേ എന്ന് പറയുന്നത് പ്ലൂറലാണ്. അപ്പോൾ എവിടെയാണോ നൗണ് പ്ലൂറൽ അവിടെ ആയിരിക്കും നമ്മൾ 6 യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇസ് നമ്മൾ യൂസ് ചെയ്യണത് സിംഗുലറിലായിരിക്കും. ഇസ് നമ്മൾ യൂസ് ചെയ്യണത് സിംഗുലറിലായിരിക്കും. മനസ്സിലായല്ലോ? സോ ഇസ് വന്നാലും 6 വന്നാലും ആം വന്നാലും നമ്മുടെ വെർബ് ഏത് ഫോമിലായിരിക്കും? പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോമിലായിരിക്കും. യെസ്. ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അവിടെയും നമുക്ക് ബിയുടെ ഫോം ഉണ്ട്. 2 എണ്ണം ഉണ്ട്, വാസും വേറും പ്ലസ് V4. വാസും വേറും. ഇവിടെ ഈ 6ൻ്റെ കാര്യം പറയുമ്പം ഞാൻ പറഞ്ഞു പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ 6 യൂസ് ചെയ്യുന്നു. യു എന്ന് പറയുന്ന ആളെ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. യു, വി, ദേ. ഓക്കെ. യു നമ്മുടെ പ്രൊനൗൺസ് ആണ് ഞാൻ പറയണത്. യു, വി, ദേ മൂന്നും എന്താണ്? പ്ലൂറൽ പ്രൊനൗൺസ് ആണ്. യു, വി, ദേയുടെ കൂടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യണേ? 6 യൂസ് ചെയ്യും. ജനറലി ഐ എന്നുള്ളതും ഫസ്റ്റ് പേഴ്സണെ നമ്മൾ പ്ലൂറലായി കൺസിഡർ ചെയ്യാറുണ്ട് അല്ലേ? ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിനെ എല്ലാം നമ്മൾ പ്ലൂറലായി കൺസിഡർ ചെയ്യാറുണ്ട്. സോ യൂഷ്വലി നമ്മൾ പറയുമ്പം നമ്മൾ പ്ലൂറൽ വെർബാണ് ഐയുടെ കൂടെ യൂസ് ചെയ്യാറ്. ഐ ഗോ ടു സീ ഹിം. ജനറലി ഐ ഗോ ടു സീ ഹിം. യൂഷ്വലി ഐ ഗോ ടു വാച്ച് ദ മൂവി അല്ലേ? നമ്മൾ വെർബിൻ്റെ പ്ലൂറൽ ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കോണ്ടിന്യൂസ് ടെൻസ് വരുമ്പോൾ മാത്രം നമുക്ക് ഐയുടെ കൂടെ യൂസ് ചെയ്യാൻ ആം എന്നൊരാളുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി പാസ്റ്റ് ടെൻസിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇത്രയും സമയം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഡൂയുടെ കാര്യം നമ്മൾ പറഞ്ഞപ്പോഴായാലും അല്ലെങ്കിൽ ഹാവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോഴായാലും അല്ലെങ്കിൽ സിംപ്ലി വെർബിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോഴായാലും നമ്മൾ പറഞ്ഞു നമ്മൾ അവിടെ സിംഗുലർ ആണോ, പാസ്റ്റ് ടെൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല നമ്മൾ പറഞ്ഞു അല്ലേ? പക്ഷേ ഇവിടെ പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഹാഡ് നമ്മൾ യൂസ് ചെയ്യുമ്പം ഷീ ഹാഡ് ഗോൺ ടു ദ മാർക്കറ്റ് ഓർ എൽസ് ദേ ഹാഡ് അല്ലേ? ഷീ വന്നപ്പോഴും ദേ വന്നപ്പോഴും പാസ്റ്റ് ടെൻസ് എന്തായിരുന്നു? ഹാഡ് ആയിരുന്നു. പക്ഷെ കോണ്ടിന്യൂസ് ടെൻസ് വരുമ്പോൾ അങ്ങനെയല്ല. സിംഗുലർ ആണെങ്കിൽ നമ്മൾ വാസ് യൂസ് ചെയ്യും, പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ വേർ യൂസ് ചെയ്യും. സിംഗുലർ ആണെങ്കിൽ നമ്മൾ വാസ് യൂസ് ചെയ്യും, പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ വേർ യൂസ് ചെയ്യും. നമ്മൾ പറഞ്ഞു പ്ലൂറലിൽ നമ്മൾ പ്രൊനൗൺസിൻ്റെ കാര്യം പറയുമ്പം യു, വി, ദേ, ഐ ആണ് അല്ലേ? പ്ലൂറലിൽ നമ്മൾ പ്രൊനൗൺസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ യു, വി, ദേ, ഐ എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ ഒരു കേസിൽ നമ്മുടെ ഈ കോണ്ടിന്യൂസ് ടെൻസിൻ്റെ കേസിൽ പാസ്റ്റ് ടെൻസ് വരുമ്പം നമ്മൾ ഐയുടെ കൂടെയും വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അതായത് ജനറലി നമുക്കറിയാം ഐ ഹാവ്, യു ഹാവ്, എന്താണ് ദേ ഹാവ്, വി ഹാവ് അല്ലേ? ഷീ ഹാസ്, ഇറ്റ് ഹാസ്, ഹി ഹാസ്, അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഐ ഗോ ടു ദ മാർക്കറ്റ്, ദേ ഗോ ടു ദ മാർക്കറ്റ്, വി ഗോ ടു ദ മാർക്കറ്റ് അല്ലേ? ഷീ ഗോസ്, ഹി ഗോസ്, ഇറ്റ് ഗോസ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണം. ഐ എന്ന് പറയുന്ന ആൾ ജനറലി വി കൺസിഡർ ഐ ആസ് പ്ലൂറൽ. ഐന് നമ്മൾ കാര്യം ഒരാളെ ഉള്ളെങ്കിലും ഐയും യുവും നമുക്ക് പ്ലൂറലാണ്. അപ്പോൾ നമ്മുടെ വാസും വേറും വരുമ്പോൾ നമ്മൾ കോണ്ടിന്യൂസ് ടെൻസിൽ മാത്രമല്ല എവിടെ ആയാലും നമ്മൾ വാസും വേറും യൂസ് ചെയ്യണ സമയത്ത് നിങ്ങളുടെ സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ഐയുടെ കൂടെയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ബാക്കി 3 ആൾക്കാർ അതായത് യു ആയാലും വി ആയാലും ദേ ആയാലും അതിൻ്റെ കൂടെ വേറാണ്. ഇവിടെ എന്താണ്? ഐ, ഷീ, ഹി, ഇറ്റ്. ഐ, ഷീ, ഹി, ഇറ്റ്. ഐ, ഷീ, ഹി, ഇറ്റിൻ്റെ കൂടെ നമ്മൾ വാസ് യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? സോ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കണം. സോ ബിയുടെ 2 ഫോമാണ് വാസും വേറും. അതിൻ്റെ കൂടെ നമ്മൾ V4 യൂസ് ചെയ്യും. നമ്മൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഐ വാസ് talking to him, I was talking to him, she was talking to him അല്ലേ? she was talking to him. വേറൊരു എക്സാമ്പിൾ they were reading storybooks, they were reading storybooks. you were cooking food, you were cooking food. മനസ്സിലായല്ലോ? യെസ്. സോ അങ്ങനെ ഇനി ഫ്യൂച്ചർ ടെൻസ് ആവുമ്പോൾ അല്ലേ? ഫ്യൂച്ചർ ടെൻസ് ആവുമ്പം വിൽ ബി പ്ലസ് V4. ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ വിൽ ബി പ്ലസ് V4. അതിപ്പോൾ പ്രസൻറ്റ്, അതിപ്പോൾ എന്താണ്? സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഒക്കെ അങ്ങനെയാണ്. ഐ വിൽ ബി ഗോയിങ്,
ഐ വിൽ ബി ഗോയിങ് ടുമോറോ, ഞാൻ നാളെ പോവും. അല്ലെങ്കിൽ ഇപ്പം എന്താണ്, ഐ വിൽ ബി ടോക്കിംഗ് ടു ഹിം, ഐ വിൽ ബി ടോക്കിംഗ് ടു ഹിം. അല്ലെങ്കിൽ ഐ വിൽ ബി, നമുക്ക് എങ്ങനെ പറയാം, ഐ വിൽ ബി കമ്മിങ് നെക്സ്റ്റ് മന്ത്, അല്ലെ ഐ വിൽ ബി കമ്മിങ് നെക്സ്റ്റ് മന്ത് എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിപ്പോൾ എന്താണ്, നമ്മുടെ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും. അതേപോലെ മോഡൽ വേർബ്സിൻ്റെ കൂടെ ഇപ്പം നമ്മൾ പറയുമ്പം, നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പം ഷീ മൈറ്റ് ബി ഗോയിങ്, അല്ലേ അവൾ പോവുമായിരിക്കാം. ഓർ ഷീ മൈറ്റ് ബി കമ്മിങ്, അവൾ വരുമായിരിക്കാം. സോ ആ ഒരു രീതിയിൽ അത് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ മോഡൽ വെർബ് എന്താണോ അതിൻ്റെ കൂടെ ബി യൂസ് ചെയ്തിട്ട് നമ്മൾ V4 യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? സോ ഇതാണ് നമ്മുടെ എന്താണ് വെർബിൻ്റെ 4 ഫോംസ് നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ്. സോ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി, ചില ടെൻസസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. യെസ്, അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ചിലത് കേൾക്കുമ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കാം, കുഴപ്പമില്ല. നമ്മുടെ വെർബിൻ്റെ പല സെക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം ഈ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോകും. സോ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഇപ്പോൾ നമ്മുടെ ടെൻസസിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആകും. ഓക്കെ, അപ്പോൾ ഇത്രയും ദിവസം നമ്മുടെ എന്താ പറയുക, നമ്മുടെ വേർഡ് ഓഫ് ദി ഡേ സെഷനിൽ വെർബിൻ്റെ 4 ഫോംസ് വരുമ്പോൾ വെർബ് നോക്കുമ്പോൾ പറയാം നമ്മൾ പറഞ്ഞു. അവസാനം നമ്മളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അല്ലേ? അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണതാണ് വെർബിൻ്റെ ക്ലാസിഫിക്കേഷൻ.